ശ്രീ അഹമ്മദ് മാഷെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതം ഒരു വശത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് നന്നാവണം. അത് കേരളമായാലും ഭാരതമായാലും നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം, എല്ലാ നന്മകളും ഇവിടെ ഉണ്ടാവണം എന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ് ശക്തമായി തന്നെ ഇവിടെയുള്ള വലിയ വിഭാഗം, അതിൽ കാസ്റ്റ് ഇല്ല, റിലീജിയൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ഒരു വലിയ വിഭാഗം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ സംഘടിതമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്നവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് വലിയ രീതിയിൽ വളം വെക്കുകയല്ലേ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് മുന്നോട്ട് പോകാൻ? ഈ പോപ്പുലർ ഫ്രണ്ട് എന്നത് എത്രയൊക്കെ തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ ആരംഭിച്ച് കേരളത്തിൽ 1993 മുതൽ പ്രവർത്തിക്കുന്ന NDF-നെ 2006 കാലത്ത് പോപ്പുലർ ഫ്രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. പിന്നീട് അവർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സമാനമനസ്കരായ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഇന്ന് ഈ കാണുന്ന പരുവത്തിലായത് 2022 അവരെ നിരോധിക്കുന്നത്. നിരോധിച്ചതുകൊണ്ട് ഇവരെ ഈ ഭീഷണി തീർന്നു എന്നാരും കരുതരുത്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ചരിത്രത്തിൽ ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം പോലും അവർ മറഞ്ഞിരുന്നിട്ടില്ല. പിറ്റേന്ന് മുതൽ അവർ പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ പേരിട്ട് സമൂഹ മധ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യം നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. പിറ്റേന്ന് തൊട്ട് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടപ്പോൾ പിറ്റേന്ന് തൊട്ട് മസ്ജിദ് കൗൺസിൽ എന്ന പേരിൽ, മസ്ജിദ് പല പേരിലും വരും, മസ്ജിദ് കൗൺസിൽ, മദ്രസ കൗൺസിൽ എന്നൊക്കെ പേരിൽ ഇവർ തിരിച്ചു വരും. അതുകൊണ്ട് ഇവർക്ക് എതിരെ വേണ്ടത് തീർത്തും സാമൂഹ്യമായ ജാഗ്രതയാണ്. ആ ജാഗ്രത പുലർത്താൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ടൊരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവർ കാണിക്കുന്ന അബദ്ധങ്ങൾക്ക്, ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദേശീയവാദികളായ അല്ലെങ്കിൽ ദേശസ്നേഹികളായ സമാധാന പ്രേമികളായ മുസ്ലിം സമുദായമാണ്. ആ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം പാലിക്കുന്ന മൗനമാണ്. ഞാൻ ഇവരുടെ പലപ്പോഴും പറയുമല്ലോ, ഇവരുടെ അഗ്രസീവായ വയലൻസിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് വളരെ കുറ്റകരമായൊരു മൗനം മഹാഭൂരിപക്ഷം പലപ്പോഴും ഭൂരിപക്ഷം മുസ്ലിങ്ങൾ പാലിക്കുന്നുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം. ഇവർ പല പേരിലും വരും. ഇവരിപ്പോൾ പുതിയ പേരിൽ കത്തയച്ചു, താമരശ്ശേരി ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. ഇസ്ലാമിക മൗലികവാദികൾ നിരോധിക്കപ്പെട്ടപ്പോഴൊക്കെ പല പേരുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവരെ എന്നല്ല, ഇന്ത്യയിലെ എല്ലാ മതമൗലികവാദ പ്രവർത്തനങ്ങളെയും നമ്മൾ പൊതുവെ താലിബാനിസം എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തെയും ഒക്കെ തടയിടാൻ ഒരു വഴിയേ ഉള്ളൂ. അവരുടെ ഏറ്റവും വലിയ ബലം വിദേശ മൂലധനമാണ്, വിദേശത്ത് നിന്ന് വരുന്ന പണമാണ്. പല പേര് പറഞ്ഞിട്ട് അവർ സംഭരിച്ചെടുക്കുന്നതുണ്ട്. സാധുക്കളായി വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളെ ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചും പിരിച്ചെടുക്കുന്നതുണ്ട്. രണ്ട്, പല പേരിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ബൈത്തുൽ മാൽ എന്ന പേരിൽ കിട്ടുന്ന ഫണ്ടുണ്ട്. അതൊക്കെ നമ്മുടെ നിയമപ്രകാരം നിയമവിധേയമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, ഇവരുടെ അവകാശവാദം ഇപ്പോഴും ശരിയാണ്. ഞങ്ങൾ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഭീഷണി ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളും ഓർക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്താൻ കേരള പോലീസ് തീരുമാനിച്ചാൽ കേരള പോലീസിൻ്റെ വാഹനങ്ങൾ എത്തുന്നതിന് മുമ്പേ അവിടുത്തെ മുഴുവൻ തെളിവുകളും നശിപ്പിക്കാൻ സാധിക്കുന്നത്? ഇന്ത്യയിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചൊരു ആരോപണം, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു ആരോപണം, പിണറായി വിജയന്റെ പോലീസിനകത്ത് RSS വലിയ തോതിൽ സ്വാധീനം നേടിയിരിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പോലീസിനകത്ത് ഇസ്ലാമിക മൗലികവാദികളുടെ സ്വാധീനം ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഈ നമ്മുടെ ജോസഫ് മാഷുടെ കൈവെട്ടിയ കേസിനെ കുറിച്ച്, ആ കേസിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അതിനകത്ത് അദ്ദേഹം നേരിട്ട് ഏറ്റവും ഞെട്ടിക്കുന്ന ചോദ്യം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്ന അദ്ദേഹത്തെ കേസന്വേഷണത്തിന് വന്ന ഒരു മുസ്ലിം പേരുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, അങ്ങയെ ഞാൻ പൂട്ടും, കാരണം അങ്ങ് എൻ്റെ മതത്തിനെതിരാണ്, അങ്ങ് എൻ്റെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കേസുകളിൽ എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത്? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് പോലീസിനകത്ത് എല്ലാവിധ മൗലികവാദികളുടെയും സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാമിക മൗലികവാദികൾക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് മഞ്ചേരിയിലെ NDF-ന്റെ ആസ്ഥാനം, അന്ന് NDF-ന്റെ ആസ്ഥാനം, പിന്നീട് വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം, ഇപ്പോൾ വേണമെങ്കിൽ SDPI. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇലക്ഷൻ കമ്മീഷന്റെ അംഗീകാരത്തോട് കൂടി പ്രവർത്തിക്കുന്ന SDPIയുടെ കൊടി പിടിച്ച് നടക്കുന്നത് ഇന്നലെ വരെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി പിടിച്ച് നടന്നവർ തന്നെയാണ്. അവർക്ക് എന്തിനാണ് ഇനി പുതിയ പാർട്ടി? തീർച്ചയായിട്ടും പുതിയ പേരിട്ടും വരുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല, ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, വലിയ ജാഗ്രത ആവശ്യമുള്ളത്, ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും കൺസേൺ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളെക്കാളൊക്കെ ഏറ്റവും വലിയ പങ്ക്, ഏറ്റവും വലിയ കൺസേൺ വേണ്ടത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്. എന്തുകൊണ്ടെന്നാൽ
ഇവര് മാനം കെടുക്കുന്നത്, ഇവരെ അപമാനിക്കുന്നത് ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തന്നെ അഭിമാനബോധത്തെയാണ്, ദേശസ്നേഹത്തെയാണ്. രണ്ട്, ദേശീയ മുസ്ലിം എന്നൊരു വിഭാഗമുണ്ട്. അവരിന്ന് സമ്പൂർണ്ണമായും സൈലന്റ് ആണ്. ദേശീയ മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ മതത്തെക്കാൾ ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു കോസിന് വേണ്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം കൽപ്പിച്ച പ്രകാരം ഏതെങ്കിലും ഒരു കോസിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ അത് തൻ്റെ ദേശത്തിന് വേണ്ടിയാണ്, ജന്മനാടിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അല്ലാതെ ഈ അന്യമത വിരോധത്തിന്റെ പേരിൽ ക്രിസ്ത്യാനിയെയോ ഹിന്ദുവിനോടോ ഉള്ള വിദ്വേഷത്തിന്റെ പേരിൽ അവനോട് അക്രമം ഉണ്ടാക്കിയിട്ട് അവനെ കൊന്നിട്ട് മരിച്ചു ചെന്നാൽ കിട്ടാനുള്ളതല്ല സ്വർഗം എന്ന നേരായ വിശ്വാസം ഉള്ളവരാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവർ അപമാനിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. ഇനി ഇസ്ലാമിന്റെ രക്ഷക്ക് സംഘപരിവാറിനെ നേരിടാൻ, RSSനെ നേരിടാൻ ഒരു ഇസ്ലാമിക് RSS എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ വന്നത്. ഇവർക്ക് മുമ്പേ വന്നത് ISS ആണ്, അബ്ദുൽ നാസർ മദനിയുടെ പ്രസ്ഥാനം. അത് കഴിഞ്ഞിട്ടാണ് NDF വന്നത് 93-ൽ. അത് കഴിഞ്ഞിട്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് SDPI ഉണ്ടാകുന്നു. ഇവര് ഓർക്കേണ്ട ഒരു കാര്യം, ഇവരെ മുൻനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം ഓർക്കേണ്ട ഒരു കാര്യം, ഇവര് RSSനെ നേരിടാൻ പോയിട്ട് നടത്തിയ അക്രമത്തെക്കാൾ ഇവിടുത്തെ സെക്കുലറായ ദേശീയവാദികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയെയാണ്, സമാധാന പ്രേമികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിച്ചിട്ടുള്ളത്. ഞാൻ എണ്ണി പറയാം, എത്രയോ ഉദാഹരണങ്ങൾ. സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. താനൂരിൽ ഒരു ഫക്കീർ പാപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ധവിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വരുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് ജപിച്ച വെള്ളം കൊടുക്കും. അതിന്റെ പേരിലാണ് ഫക്കീർ പാപ്പയെ കൊന്നത്. ആ മനുഷ്യന് ഒരു ആയുധവും എടുത്തിട്ടില്ല. അദ്ദേഹം ഒരു RSSന് വേണ്ടി പണിയെടുത്തിട്ടില്ല. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എതിരായിട്ടും ഒന്നും നീങ്ങിയിട്ടില്ല. ഒരു സാധുവായ മനുഷ്യനെയാണ് ആദ്യം കൊന്നത്. മഞ്ചേരിയിൽ എൻ്റെ ആത്മമിത്രമായിരുന്ന ശംസുദ്ദീൻ പുന്നക്കൽ എന്ന CITU തൊഴിലാളി നേതാവിനെ തുണ്ടമാക്കി വെട്ടി നുറുക്കിയവർ. അപാരമായ ഭാഗ്യം കൊണ്ട് കുറച്ചു കാലം കൂടി ഞങ്ങളോടൊപ്പം ജീവിക്കാൻ അവസരമുണ്ടായി. പിന്നീട് അവൻ മരിച്ചു. എന്തായിരുന്നു NDFകാരുടെ കുറ്റം? മഞ്ചേരിയിൽ ഒരു ശാസ്ത്രമേള നടക്കുമ്പോൾ ആ ശാസ്ത്രമേളയിൽ അന്നത്തെ NDFകാർ കടന്നു കയറിയിട്ട് അവിടെ വസ്ത്രം ധരിച്ചു വന്ന പെൺകുട്ടികളുടെ വസ്ത്രധാരണ ശരിപ്പെടുത്താൻ നടന്നു ഇവര്. അതിനെതിരായിട്ട് ശംസുവും കൂട്ടരും അവിടെ കയറി ഇവരെ അടിച്ചു ഓടിച്ചു. അതിന്റെ പ്രതികാരത്തിനാണ് ശംസുദ്ദീനെ മഞ്ചേരി അങ്ങാടിയിലിട്ട് വെട്ടിയത്. ആലോചിച്ച് നോക്ക്, ഇത്തരം അനുഭവങ്ങൾ. മൂവാറ്റുപുഴയിൽ അഷ്റഫ് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നല്ലോ. NDFനെതിരായി പ്രസംഗിച്ചപ്പോൾ അഷ്റഫിനെ ആക്രമിച്ചല്ലോ. ഇത്തരം സംഭവങ്ങൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞത്, ഇവര് RSSനെ നേരിടാൻ ഇവരെവിടെയാണ് പോയത്? അങ്ങനെയാണെങ്കിൽ RSSന്റെ പേരിൽ അക്രമം ആരോപിക്കപ്പെട്ട എവിടെയെങ്കിലും ഇവർ പോയിട്ടുണ്ടോ? ഇവർ പോയത് എന്നും സമാധാന പ്രേമികളായി, ദേശത്തെ സ്നേഹിച്ചുകൊണ്ട്, സർവമത സാഹോദര്യത്തോടെ എല്ലാ മതങ്ങളെയും, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ജീവിച്ചു വന്ന സമാധാനപ്രിയരായ കേരളത്തിലെ സമാധാനം കെടുത്താനാണ് ഇവർ പോയത്. ഇവർ കേരളത്തെ താലിബാനാക്കാനാണ് ശ്രമിക്കുന്നത്. കേരളമായാൽ മതി എന്ന് പറയാനും അവരെ നിലക്ക് നിർത്താനും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ജാഗ്രത പാലിക്കേണ്ടത്. ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും കൺസേൺ ഞാൻ പങ്കിടുന്നു. പക്ഷേ നിങ്ങളെക്കാളൊക്കെ ആ കൺസേൺ പാലിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ. ഞാൻ ചോദിക്കട്ടെ, ജോസഫ് മാഷെ കൈവെട്ടി. ജോസഫ് മാഷ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന്, ആ കൈവെട്ട് കേസിലെ പ്രതി പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചു. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ചു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ അക്രമത്തിന് പോയവരേക്കാൾ വലിയ അക്രമികൾ ആരാണ്? ആ അക്രമത്തിന് പോകാതെ വീട്ടിലിരുന്ന് വിദൂരങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ മാത്രം കണ്ട ഈ കൊടിയ കുറ്റവാളിക്ക് വോട്ട് ചെയ്തവനല്ലേ? അത്തരത്തിലുള്ള അക്രമങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. NDFകാർ പേടിപ്പിക്കുന്നത് ആരെയാണ്? ഭരണകൂടത്തെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ സമുദായ സംഘടനകളെയും പേടിപ്പിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ കെന്നഡി സാർ ഉൾപ്പെടെയുള്ളവർ കേൾക്കേണ്ടതാണ്. ജോസഫ് മാഷ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന ഏറ്റവും വലിയ സങ്കടം, എന്നേക്കാൾ NDFന്റെ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടേറ്റ എന്നേക്കാൾ അവരെ ഭയപ്പെട്ടത് കത്തോലിക്ക സഭയാണ്. അതുകൊണ്ട് ആ സഭ എനിക്കെതിരായി നിന്നു, എന്നെ പുറത്താക്കി. അപ്പൊ എല്ലാവരെയും ഭയപ്പെടുത്തുന്നു. നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങളെ, സാമുദായിക പ്രസ്ഥാനങ്ങളെ, ഭരണകൂടത്തെ, ഒപ്പം പോലീസ് സംവിധാനത്തെയും ഇവർ സ്വാധീനിക്കുന്നു. ഇത്തരത്തിൽ വലിയ ഭീഷണിയുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്യേണ്ടത് ഭരണകൂടം ചെയ്യണം. പക്ഷേ ഒറ്റ ചോദ്യം കൂടി, സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ശ്രീ ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പക്ഷേ ഒറ്റ ചോദ്യം കൂടി, എന്തുകൊണ്ടായിരിക്കും ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഇസ്ലാം സമുദായത്തിലെ ഈ ദേശീയവാദികൾ, അവിടെ പുരോഗമനവാദികളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്തുകൊണ്ട് അവർ ഈ മൗനം? ഒരു മിനിറ്റ് മാഷെ, ഒന്ന് വേഗത്തിൽ.
തീർച്ചയായിട്ടും രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, നരേന്ദ്രമോദി ഇപ്പോൾ ഇത് ശക്തിപ്പെട്ടു വന്നത് ആദ്യകാലത്തെ ചിത്രം RSS ശക്തിപ്പെട്ടു വരുന്നു, അതുകൊണ്ട് ഇസ്ലാം അപകടത്തിലാണ് എന്നൊരു ചിത്രം. സത്യത്തിൽ ഫോബിയ എന്ന വികാരം ഉണ്ടാക്കിയെടുത്തപ്പെടുത്ത RSS ഒന്നുമല്ല, അത് ആഗോളതലത്തിൽ സാമ്രാജ്യത്വം ഉണ്ടാക്കിയെടുത്തതാണ്. അറബ് നാടുകളുടെ റിസോഴ്സ് കൊള്ളയടിക്കാൻ വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം ഉണ്ടാക്കിയെടുത്ത ഒരു ഉമ്മാക്കിയാണ് സത്യത്തിൽ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇന്ത്യൻ കോണ്ടസ്റ്റിലേക്ക് കൊണ്ടുവരികയും RSS ശക്തിപ്പെട്ടുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം ഭീതിയിലാണ്. അതുകൊണ്ട് പ്രവാചകന്റെ രക്ഷയ്ക്ക് വേണ്ടി ജയ്ഷെ മുഹമ്മദിനെ നമ്മൾ കക്ഷി ചേരണം, ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ലഷ്കർ എ തൊയ്ബയിൽ നമ്മൾ ചേരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അത് ഏതാണ്ട് യാഥാർത്ഥ്യമായി എന്നൊരു തോന്നൽ ഇവരുണ്ടാക്കി. എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ദേശസ്നേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് നിർത്താൻ ഭരണകൂടത്തിന് കഴിയേണ്ടതുണ്ട്. ഒന്ന്, അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് വേണം ഭരണകൂടം മുന്നോട്ട് പോകാൻ, ഒന്നാമത്തെ കാരണം. രണ്ട്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ചെറിയ ലാഞ്ചന കണ്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റ് പോലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കണം. ഞാൻ ഈയിടെ അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പിന്തുണച്ചു. അത് എപ്പോഴാണെന്നറിയോ? അവിടുത്തെ ക്ഷേത്രത്തിന്റെ പുറത്ത് ഗോവധത്തിനൊക്കെ കടുത്ത നിബന്ധനകളുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ആസാം. ഗോവധം എന്ന് പറയുന്നത് ദേവാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ഒക്കെ ഇത്ര ദൂരത്തെ ഗോവധം പാടുള്ളൂ, അല്ലെങ്കിൽ അറവുശാലകൾ പാടുള്ളൂ എന്നൊക്കെ കടുത്ത നിബന്ധനയുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഈ കഴിഞ്ഞ ഈദിന് മുസ്ലിം പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് ഒരു അറുത്ത പശുവിന്റെ തല കൊണ്ടിട്ട് ആക്രമണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ പോയിട്ട് അത് രമ്യതയിൽ തീർക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ തവണയും അത് തന്നെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒറ്റ ഉത്തരവാണ്, ഷൂട്ട് അറ്റ് സൈറ്റ്. ആരിമാതിരി അക്രമം കാണിക്കുമ്പോഴും അവനെ കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലണം, ചോദ്യം ചെയ്യണ്ട, കേസെടുക്കണ്ട, FIR ഇടണ്ട. ഇത്തരം കടുത്ത നടപടികളിലേക്ക് പോയില്ലെങ്കിൽ ഇവരെ ഒന്നും നിലനിർത്താൻ പറ്റില്ല. രാജ്യ താല്പര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പാടില്ലാത്ത രീതിയിൽ കർക്കശമായ നിലപാടുകൾ ഉണ്ടാവണമെന്നാണ് മാഷ് പറഞ്ഞു വെക്കുന്നത്.